Hi friends, welcome back to our channel. 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2024-25 വർഷത്തിലെ ഫസ്റ്റ് ടേം ഇവാലുവേഷൻ സോഷ്യൽ, അതായത് ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1, ഗിവൻ ബിലോ ആർ സം ഹിസ്റ്റോറിക് റിലിക്സ് ഓഫ് ദ മിഡീവിയൽ പീരീഡ്. അപ്പോൾ എന്താണ് നമ്മുടെ മിഡീവിയൽ പീരീഡിലെ കുറച്ച് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ റെഡ് ഫോർട്ട്, രണ്ടാമത്തെ ഹംപിയാണ്. ഇനി നമുക്ക് നോക്കി നോക്കാം അതിൻ്റെ താഴെ എന്താണ്. Then അതിൽ a question, during which reign were thus built? റെഡ് ഫോർട്ട് ആരുടെ കാലഘട്ടത്തിലാണ്? മുഗൾ റൂളിൻ്റെയും അതുപോലെ ഹംപി വിജയനഗര റൂളിൻ്റെയും കാലത്താണ് ബിൽഡ് ചെയ്തത്. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ബിലോ ആർ സം സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് എംപറർ അക്ബർ ബൈ പെട്രെ ജാൻ ദ ജീസസ് ക്രിസ്റ്റ്. ഫൈൻഡ് ഔട്ട് ദി സ്പെഷ്യാലിറ്റീസ് ഓഫ് എംപറർ അക്ബർ ഫ്രം ദ ഫോളോയിങ്. എന്താണ് അക്ബറർ എംപറിൻ്റെ സ്പെഷ്യാലിറ്റീസ് എടുത്ത് എഴുതുന്നത്. എംപറർ ഹുഷൂഖ് ദ ഈസ്റ്റ്. അപ്പോൾ അതെന്താ പറയുന്നത്? ഈ എംപറർ പവർഫുൾ റൂളറാണെന്നാണ് പറയുന്നത്. ദ പവർഫുൾ റൂളർ. He administered justice without any distinction of caste, religion and familiar or unfamiliar. അപ്പോൾ ഇതെന്താ പറയുന്നത്? ദ എംപറർ ഹു അപ്ഹോൾഡ് ഈക്വാലിറ്റി അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു എംപററിനെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അടുത്തത്, ഹി ട്രീറ്റഡ് ദ സ്ട്രോങ് വിത്ത് ഫോഴ്സ് ആൻഡ് ദ വീക്ക് വിത്ത് വേഴ്സ്. സ്ട്രോങ്ങിനെ ഫോഴ്സ് കൊണ്ടും വീക്കിനെ മേഴ്സി കൊണ്ടുമാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ എന്താണ് അത് പറയുന്നത്? ദ എംപറർ ഹു ലവ്ഡ് ബൈ എവ്രി വൺ. എല്ലാവരും സ്നേഹിച്ചിരുന്നു അക്ബറിനെ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. In activity 2, given below are the ideas that Gandhiji wished to include in our constitution. Which idea of the constitution are these related to? ഏതിനൊക്കെയാണ് റിലേറ്റഡ് ചെയ്തിട്ടുള്ളതെന്ന് എഴുതിയ ജെൻഡർ, ജസ്റ്റിസ്, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, സോവേർണിറ്റി കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ. അപ്പോൾ നമുക്ക് ആദ്യത്തേത് വായിച്ചു നോക്കാം. ദ should have an effective voice in farming their country. അപ്പോൾ അതെന്താണ്? ഒരു ഈക്വാലിറ്റീനെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഏതാ വരിക? ഈക്വാലിറ്റിയാണ് വരിക. ഇനി രണ്ടാമത്തെ, in India where women can enjoy the same rights as men. എന്താണ്? മെന്നിൻ്റെ പോലെ തന്നെ സെയിം റൈറ്റ്സ് വിമനും ഉണ്ട്. അത് പറയുന്നത് ഏതാണ്? ജെൻഡർ ജസ്റ്റിസ് ആണ്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, എ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ക്യാൻ റിലീസ് ഇന്ത്യ ഫ്രം all tyrant and patronage. അപ്പോൾ അത് ഏതാ വരിക? അപ്പോൾ അത് പറയുന്നത് സോവേർണിറ്റിയാണ്. അപ്പോൾ സോവേർണിറ്റിനെയാണ് അവിടെ പറയുന്നത്. ഇനി അടുത്തത്, in India in which all communities shall live in perfect harmony. അപ്പോൾ എന്താണ്? എല്ലാവരും നന്നായിട്ട് പെർഫെക്റ്റ് ഹാർമണിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് ഫ്രറ്റേണിറ്റിനെയാണ് പറയുന്നത്. ഓക്കെ, next B question, by which name do we celebrate the day whom the Constitution of India came into force? അപ്പോൾ എന്താണ്? ഇൻഡിപെൻഡൻസ് ഡേ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ, റിപ്പബ്ലിക് ഡേ, വോട്ടേഴ്സ് ഡേ. അപ്പോൾ ഏത് ഡേയിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുക, ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ കിട്ടിയത് നമ്മൾ ഏത് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ സി, റിപ്പബ്ലിക് ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. Then activity 3, Basavanna was a philosopher and social reformer who lived in Kannada Desha in the 12th century. Which of the given statement are related to Basavanna? അപ്പോൾ ബസവണ്ണനെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? Founded Veerashaiva movement, their residing place was known as Kankas, emphasized the importance of Lankar, the ideas that emerged in the discussion were conveyed to the people in the name of Vajans. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ആൻസർ
A and B, B and C, C and D, A and D. അപ്പോൾ ഏതാണ് എയും ഡിയും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഫൗണ്ടഡ് വീരശൈവ മൂവ്മെൻറ്റും അതുപോലെ തന്നെ ദ ഐഡിയാസ് ദാറ്റ് എമേർജ് ഡിസ്കഷൻസ് വർ കൺവേഡ് ടു ദ പീപ്പിൾ ഇൻ ദ നെയിം ഓഫ് വജൻസ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് അതിലെ ബി ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് അനുഭവ മണ്ഡപം ഫൗണ്ടഡ് ബൈ ബസവണ്ണ ലെഡ് ടു സോഷ്യൽ ചേഞ്ചസ് ഡിസ്ക്രൈബ്. അപ്പോൾ എന്താണ്, നമ്മൾ അനുഭവ മണ്ഡപത്തിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് എഴുതാനാണ്. അപ്പോൾ നമുക്ക് അത് എഴുതി നോക്കാം. അനുഭവ മണ്ഡപം വാസ് എ സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബസവണ്ണ ഇൻ ദ 12th century CE. അപ്പോൾ എന്താണ് 12th centuryയിൽ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്പിരിച്വൽ ഫോറമാണ്. അത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ബസവണ്ണയാണ്. അല്ലാമ പ്രഭു ആൻഡ് അക്ക മഹാദേവി ലെഡ് ദ ഡിസ്കഷൻസ് ഇൻ ദ അനുഭവ മണ്ഡപം. അപ്പോൾ ആ അനുഭവ മണ്ഡപത്തിൽ ഡിസ്കഷൻസ് നടത്തിയിരുന്നത് അല്ലാമ പ്രഭുവും അതുപോലെ തന്നെ അക്ക മഹാദേവിയുമാണ്. എവ്രി വൺ വാസ് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിസ്കഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ജെൻഡർ. അപ്പോൾ എന്താണ്, കാസ്റ്റും ജെൻഡറും ഒന്നുമില്ലാണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുത്തിരുന്നു. പീപ്പിൾ യൂസ് ടു കം ടു അനുഭവ മണ്ഡപം ഫോർ സ്പിരിച്വൽ ഡിസ്കഷൻസ് ആൻഡ് റിന്യൂവൽ ഓഫ് നോളജൊക്കെ ഒന്ന് റിന്യൂ ചെയ്യാനും അതുപോലെ തന്നെ സ്പിരിച്വൽ ഡിസ്കഷനും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ആൾക്കാർ വന്നിരുന്നു. ദ ഐഡിയ ദാറ്റ് എമേർജ്ഡ് ഇൻ ദ ഡിസ്കഷൻസ് വർ കൺവേഡ് ടു ദ പീപ്പിൾ ഇൻ ദ നെയിം ഓഫ് വജൻസ്. അപ്പോൾ എന്താണ്, അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള മനുഷ്യന്മാരിലേക്ക് എത്തിച്ചിരുന്നത് എന്തിലൂടെയായിരുന്നു, വചനകളിലൂടെ, വജൻസിലൂടെയായിരുന്നു. ഇനി ആക്ടിവിറ്റി 4 ആണ്. നഞ്ചിയമ്മ won the 2020 നാഷണൽ ഫിലിം അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഫീമെയിൽ സിംഗർ. നഞ്ചിയമ്മ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ഫ്രം ദ ട്രൈബ്സ് ടു വിൻ ദ അവാർഡ്. അപ്പോൾ എന്താണ്, നഞ്ചിയമ്മക്കാണ് 2020 നാഷണൽ അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഫീമെയിൽ സിംഗറിനുള്ള അവാർഡ് കിട്ടിയത്. നഞ്ചിയമ്മ എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഒരു ട്രൈബാണ് ഇങ്ങനെ സമ്മാനം മേടിക്കുന്ന, അവാർഡ് മേടിക്കുന്ന ആദ്യത്തെ ഒരു ട്രൈബാണ്. So a question, prepare questions for interviewing Nanjiyamma to know about the artistic and cultural life of tribal people. അപ്പോൾ എന്താണ്, ഈ നഞ്ചിയമ്മനെ ഇൻ്റർവ്യൂ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, അവരുടെ ആർട്ടിസ്റ്റിക് ലൈഫും കൾച്ചറൽ ലൈഫും അവരുടെ ട്രൈബൽ പീപ്പിളിൻ്റെ ആർട്ടിസ്റ്റിക് ലൈഫും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആര് തയ്യാറാക്കണം. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചോദിക്കാം? ഡു യു ഫീൽ എനി എക്സ്ക്ലൂഷൻ ഫ്രം ദ സൊസൈറ്റി? വാട്ട് കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഹാവ് യു എക്സ്പീരിയൻസ്ഡ് ഫ്രം സൊസൈറ്റി? അപ്പോൾ എന്താണ്, എന്തെങ്കിലും സൊസൈറ്റിയിൽ നിന്ന് എന്തെങ്കിലും എക്സ്ക്ലൂഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ എന്ത് കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, വേർതിരിവാണ് ഈ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് കിട്ടിയത്? വാട്ട് ആർ യുവർ ലൈഫ് സ്റ്റൈൽസ് ദാറ്റ് ആർ വെരി ക്ലോസ്ഡ് വിത്ത് നേച്ചർ? പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നിട്ടുള്ള ലൈഫ് സ്റ്റൈൽസ് എന്തൊക്കെയാണ്? ഈസ് ഇറ്റ് ട്രൂ ദാറ്റ് പീപ്പിൾ ഇൻ ദ കാറ്റഗറി ഹാവ് നോളജ് many valuable drugs, knowledge of many valuable drugs? അപ്പോൾ എന്താണ്, ഈ ട്രൈബ്സിന് ഈ ഡ്രഗ്സിനും അങ്ങനെ ഓരോ മരുന്നുണ്ടാക്കുന്ന ഡ്രഗ്സിനെയൊക്കെ കുറിച്ചിട്ട് അറിയാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. വാട്ട് കൈൻഡ് ഓഫ് സർവീസസ് ഡു യു ഗെറ്റ് ഫ്രം ദ ഗവൺമെൻറ്? ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ സർവീസസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നഞ്ചിയമ്മോട് ചോദിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5. The ruler who started the Mughal rule in India with Delhi as its center. ഏത് റൂളറാണ്? ബാബർ, ഔറംഗസീബ്, അക്ബർ, ഷാജഹാൻ. ആരാണ്? അപ്പോൾ ആരാണ്? അക്ബറാണ്. ഓക്കെ, ഇനി എന്താ ബി ക്വസ്റ്റ്യൻ. എംപറർ അക്ബർ was question clear. Emperor Akbar was a religiously tolerant ruler support with evidence. അപ്പോൾ എന്താണ്, ഒരു റിലീജിയൻലി ടോളറൻറ്റ് റൂളറാണ് എംപറർ അക്ബർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യണ എവിഡൻസുമായി നമ്മളോട് എഴുതാനാണ് പറയുന്നത്. ഹിന്റ് തന്നിട്ടുണ്ട്, ഇബാദത്ത് ഖാന, അതുപോലെ തന്നെ ദിന്നിലാഹി, റോയൽ കോട്ട് എന്നൊക്കെ ഹിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇനി നെക്സ്റ്റ് ആറാമത്തെ ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 6. The ideas and values put forward by the Indian freedom struggle was the formation of our constitution. Used to gather here and write the correct statements based on the first war of independence of religious tolerance. By combining the good aspects of all religions, Akbar created Dinilahi, Raja Mansi, Raja Bhagavandas and Birbal was prominent and held
high position in the royal court of the Emperor Akbar. Independence in 1857 was the first mass movement. ഇനി രണ്ടാമത്തെ, the first war of independence proved that there is no relevance for secular thoughts. എന്താണ് secular thoughtsന് അത്ര റെലവൻസ് ഇല്ല. ദെൻ മൂന്നാമത്തെ, ദ വാർ ഓഫ് 1857 ഹെൽപ്ഡ് ഇൻ സ്ട്രെങ്തനിങ് നാഷണലിസം അമംഗ് പീപ്പിൾ. എന്താണ് 1857 ഉണ്ടായ വാർ ഈ ജനങ്ങൾക്കിടയിൽ നാഷണലിസം എന്നൊരു കൺസെപ്റ്റ് സ്ട്രെങ്തൻ ചെയ്തു. ഇനി നാലാമത്തെ, ദ ആക്ടിവിറ്റീസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ട്രെങ്തൻ ദ ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ. എന്താണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആക്ടിവിറ്റീസൊക്കെ എന്ത് സ്ട്രെങ്തൻ ചെയ്തു? ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ സ്ട്രെങ്തൻ ചെയ്തു. ഇനി ഫിഫ്ത്ത് വൺ, ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കോസ് ദ ഫോർമേഷൻ ഓഫ് മെനി റീജിയണൽ ഓർഗനൈസേഷൻ. ഈ ഫസ്റ്റ് വാർ ഒരുപാട് റീജിയണൽ ആയിട്ട് ഒരുപാട് ഓർഗനൈസേഷൻസ് ഫോം ചെയ്യാൻ കാരണമായി. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857 വാസ് ദ ഫസ്റ്റ് മാസ് മൂവ്മെൻറ്റ്. 1857 നടന്നിട്ടുള്ള ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് എന്ത്? ഫസ്റ്റ് മാസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കറക്റ്റായിട്ടുള്ളത് ദ വാർ ഓഫ് 1857 ഹെൽപ്ഡ് ഇൻ സ്ട്രെങ്തനിങ് നാഷണലിസം എമംഗ് പീപ്പിൾ. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? ആണ്. എന്ന് പറഞ്ഞാൽ ABCDE. അഞ്ചാമത്തെയാണ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കോസ്റ്റ് ഫോർ ദ ഫോർമേഷൻ ഓഫ് മെനി റീജിയണൽ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കറക്റ്റായിട്ടുള്ളത്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം വിച്ച് ആക്ട് ആസ് ദ ഐഡിയ ഓഫ് ബൈകാമറൽ ലെജിസ്ലേച്ചർ at the center included in our constitution. ഏത് ഐഡിയയുടെ ബേസിലാണ്, ഏത് ആക്ടിൻ്റെ ബേസിലാണ് ഈ ബൈകാമറൽ ലെജിസ്ലേച്ചർ വന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ മെയിൻ പ്രൊപ്പോസൽ ഓഫ് ക്യാബിനറ്റ് മിഷൻ ദാറ്റ് വിസിറ്റഡ് ഇന്ത്യ ഇൻ 1946 വിച്ച് കെയിം ടു ഇന്ത്യ ഫോർ ഡിസ്കസിങ് ദ എക്സ്ചേഞ്ച് ഓഫ് പവർ. അപ്പോൾ 1946 വന്നിട്ടുള്ള ക്യാബിനറ്റ് മിഷൻ്റെ മെയിൻ പ്രൊപ്പോസൽ എന്തായിരുന്നു? ദേ നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നതായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ലാസ്റ്റ് ആക്ടിവിറ്റി 8 ആണ്. ഗിവൺ ബിലോ ആർ ദ ഹിൻസ് ഓഫ് മേജർ ഭക്തി സൂഫി സ്കോളേഴ്സ് ഹു ലിവ്ഡ് ഇൻ ദ മിഡീവിയൽ ഇന്ത്യ. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ നമുക്ക് ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഹിൻസ് തന്നിട്ടുണ്ട്. വൺ ഓഫ് ദ മേജർ സൂഫി സ്കോളേഴ്സ് ലിവ്ഡ് ഇൻ 30-40 സെഞ്ചുറീസ് ഇൻ ഡൽഹി. 13-14 സെഞ്ചുറിയിൽ ഡൽഹിയിൽ താമസിച്ച ഒരു സൂഫി സ്കോളർ. അപ്പോൾ അതാരാണ്? ഭക്തി സൂഫി സ്കോളേഴ്സിൻ്റെ അവിടെ അതിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. ഇനി നെക്സ്റ്റ് നമ്മൾ എഴുതണം. രണ്ടാമത്തെ ആളുടെ പേര് നമ്മൾ എഴുതണം. എന്താണ്? ലിവ്ഡ് ഇൻ കന്നഡ ദേശ ഇൻ ദ 12th century. ഹി റോട്ട് ഇൻ കന്നഡ. ഫൗണ്ടർ വീരശൈവ മൂവ്മെൻറ്റ്. വീരശൈവ പ്രസ്ഥാനം കൊടുന്നത് അയാളാണ്. ദെൻ കന്നഡയിൽ എഴുതും. ദെൻ എന്താണ്? കന്നഡ ദേശയിൽ 12ാം നൂറ്റാണ്ടിൽ ജനിച്ച ആളാണ്. അപ്പോൾ അതാരാണ്? ബസവണ്ണനെയാണ് അവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലിവ്ഡ് ഇൻ ഉത്തർപ്രദേശ് ഇൻ ദ 15th century. പ്രൊപ്പഗേറ്റഡ് ഐഡിയാസ് ത്രൂ ഹൈംസ് നോൺ ആസ് ദോഹാസ്. ദോഹ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് ആരെ കുറിച്ചിട്ടാണ് പറയുന്നത്? കബീറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. പൂന്താനം, ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി, കാരക്കൽ അമ്മയാർ were the preachers of Bhakti Sufi movement. Identify the stages where they lived and mark them on the outline of the map. ഇപ്പോൾ എന്ത് ചെയ്യണം? മാപ്പിൻ്റെ ഔട്ട്ലൈൻ എന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കൂട്ടുകാർ അണ്ടർലൈൻ ചെയ്യണം. അപ്പോൾ എവിടെയൊക്കെയാണ് വരിക? പൂന്താനം കേരള, ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി രാജസ്ഥാൻ, കാരക്കൽ അമ്മയാർ തമിഴ്നാട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.